ശ്രദ്ധിക്കാതെ വീഡിയോ എടുത്തിട്ടതായിരിക്കും. കാരണം അവന് നമ്മളോട് അങ്ങനെ ചെയ്യേണ്ട വൈരം അങ്ങനെ ഒരു കാര്യവും ഇല്ല. അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ 2-3 പേര് പറഞ്ഞ് അന്ന് ആ വീഡിയോ ഇട്ടതിൻ്റെ അന്ന് കിച്ചു 2-3 ബ്ലോഗർമാരോട് പറഞ്ഞ് ഞാനത് മനഃപൂർവ്വം ചെയ്തതാന്ന്. അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ ഇങ്ങനെ ആയിരുന്നോ എന്ന് പോലും വിചാരിക്കുന്നത്. അല്ല, അവൻ അതൊന്നും അറിഞ്ഞോണ്ടല്ല, അവൻ അറിയാതെ വീഡിയോ എടുത്ത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ട്, അത്ര മാത്രമേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. എന്തോ പൊന്നോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനേ ഇന്ന് ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, ഇവർ ചേച്ചിയും അനിയത്തിയും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണോ ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുകയാണ്. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആൾ മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഓരോന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഓരോ കഥകൾ, അദ്ദേഹത്തിൻ്റെ മകനെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും ഈ കൊല്ലം സുധിയുടെ 3ാം ഭാര്യയായ രേണുസുധിയായിരുന്നു. ഇപ്പോൾ ചേച്ചിയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ട്രോഫിയുടെ ആ ഒരു വിഷയം, അന്നത്തെ ഒരു വീഡിയോ ആരും മറന്നിട്ടുണ്ടാവത്തില്ല. ഞാനൊക്കെ അന്ന് അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം സുധിക്ക് കിട്ടിയ ട്രോഫികളെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ മരണശേഷം ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ വെച്ച വിവാദമായൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് പുറത്ത് കൊണ്ടുവന്നത് കിച്ചുവിൻ്റെ ഒരു വീഡിയോയിലൂടെയാണ്. കിച്ചു ഒരു നോർമൽ രീതിയിൽ ഒരു ബ്ലോഗ് എടുക്കുകയും ഈ അനിയൻ ഋതപ്പൻ അത് അച്ഛൻ്റെ ട്രോഫി കാണണോ എന്ന് ചോദിച്ചിട്ട് ഈ ട്രോഫി കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഈ പ്രേക്ഷകരെയൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. നമുക്കൊക്കെ ഷോക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അയാൾക്ക് കിട്ടുന്ന ട്രോഫിയൊക്കെ നമ്മളിപ്പോൾ നിധി പോലെ, അയാൾക്ക് ട്രോഫി എന്നല്ല, അയാളുടെ ഓർമ്മ അടങ്ങുന്ന എന്ത് സാധനവും നമ്മൾ നിധി പോലെയാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ കൊല്ലം സുധിയുടെ ഈ ട്രോഫികളെല്ലാം കൂടെ കട്ടിലിനടിയിൽ കയറ്റി വെച്ച സംഭവം ഒരുപാട് പേരെ ഷോക്കാക്കിയൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ സംഭവം ഈ കിച്ചുവിൻ്റെ വീഡിയോയിലൂടെയാണ് പുറത്തു വന്നത്. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് ഈ പൊട്ടിത്തെറികളെല്ലാം ഉണ്ടായത്. കിച്ചുവിനെതിരെ ഇവർ ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടാക്കുകയും കിച്ചുവിനെ മോശക്കാരനാക്കാൻ നോക്കുകയും ഒക്കെ ചെയ്തത് അതിന് ശേഷമാണ്. പുറമോട്ട് ഒന്നും അറിയുന്നില്ലെങ്കിലും അതിന് ശേഷമാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഇവരുടെ ചേച്ചി രമ്യ പറയുന്നത് കിച്ചു മനഃപൂർവ്വം അത് ചെയ്തതാണ് എന്ന് പല ബ്ലോഗേഴ്സിനോടും പറഞ്ഞിരുന്നു എന്നും അന്നേ പറഞ്ഞിരുന്നു എന്നും ഇവരത് അറിഞ്ഞു എന്നും പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോൾ കിച്ചു അത് ബോധപൂർവം എടുത്ത വീഡിയോ ആണെങ്കിലും എന്താണ് അതിൽ തെറ്റ്? അവൻ്റെ അച്ഛനാണ്, അവൻ്റെ അച്ഛന് കിട്ടിയ ട്രോഫി ഒരു വിലയുമില്ലാതെ യാതൊരുവിധ കുറ്റബോധവും ഒന്നുമില്ലാതെ വെറും ഒരു പാഴ് വസ്തു കട്ടിലിനടിയിൽ സൂക്ഷിക്കുന്ന പോലെ കട്ടിലിനടിയിൽ വെച്ചത് കണ്ടപ്പോൾ അവനത് വിഷമം തോന്നിയിട്ടുണ്ടാവാം. അതവൻ ലോകത്തെ അറിയിക്കണം എന്നവന് തോന്നിയിട്ടുണ്ടാവാം. നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ, അങ്ങനെ തോന്നിയിട്ട് അവൻ ആ ബോധപൂർവം ആ വീഡിയോ എടുത്തതാണെങ്കിലും 100% കട്ട സപ്പോർട്ട് കിച്ചുവിന്. കാരണം അവൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ, അവൻ്റെ അച്ഛന് കിട്ടിയ സമ്മാനം, വിലപ്പെട്ട നിധിയാണ് നിങ്ങളെ കട്ടിലിനടിയിൽ പാഴ് വസ്തു പോലെ ഉപേക്ഷിച്ച് കളഞ്ഞത്. അപ്പോൾ അതിനെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന കുട്ടിക്ക് തോന്നിയെങ്കിൽ അത് സുധിയുടെ ആത്മാവ് തോന്നിപ്പിച്ചതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. പക്ഷേ കൊല്ലം സുധിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ കിച്ചുവിനൊപ്പം അന്നും ഇന്നും എപ്പോഴും നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് കൊല്ലം സുധിയുടെ ആത്മാവ് കൊച്ചിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇന്ന് ആ കുട്ടി ഉയരങ്ങളിലേക്ക് വളരുന്നത്. അവൻ വീട് വെക്കും. ഇപ്പം രേണുസുധി ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, അവകാശം പറഞ്ഞ ആരെങ്കിലും വന്നാൽ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന്. ഈ ഒരു അവസ്ഥയിൽ പോലും ഈ രീതിയിലൊക്കെ ഇവർക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു നമുക്ക് അവരുടെ സംസ്കാരം, അവരുടെ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. അവരുടെ മാനസികാവസ്ഥ, അവരുടെ മാനസിക നിലയൊക്കെ ഇത്രയേ ഉള്ളൂ. തരം താണ രീതിയിൽ അവർക്ക് പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ പോലും അവർ ഈ രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. കുഴപ്പമില്ല, കിച്ചു എന്തായാലും വരില്ല. അന്നേ ആ കുട്ടി ആ വീട് ഉപേക്ഷിച്ച് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ദാനം കിട്ടിയ മുതലിൽ അവർ ജീവിച്ചോട്ടെ എന്ന കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ അനിയനോട് സ്നേഹമുണ്ട്. ഇന്നതിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ബർത്ത്ഡേക്ക് കുറേ കുറിപ്പുകളൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് നാളെ മനസ്സിലാകും എന്നൊക്കെ ഉള്ള രീതിയിൽ ആ കുട്ടി ഒരു കുറിപ്പ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി. അതിൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്യുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ചിന്തയോടെ ചെയ്യുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് വിവാദങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ പറഞ്ഞ രേണുസുധിയുടെ വീട്ടുകാർ അടക്കം, ചേച്ചി അടക്കം.
അപ്പോൾ എന്തായാലും ദയവ് ചെയ്ത് നിങ്ങൾ കിച്ചുവിനെ വെറുതെ വിടും. ഈ രേണുസുതി ഇപ്പോൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂസും ഇപ്പോൾ കൊടുക്കുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഈ മറ്റുള്ളവരെ വെല്ലുവിളിച്ചിട്ടുള്ള ഈ വീഡിയോസൊക്കെ എന്തിനാണ്? പറയുന്നുണ്ടായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു വന്നാൽ അടുത്ത വർഷം ഞാൻ രക്ഷപ്പെട്ട് വരും വീണ്ടും ശക്തിയോടെ. നല്ല രീതിയിൽ വ്ളോഗ് ചെയ്തിട്ടാണേലും വീഡിയോസ് ചെയ്തിട്ടാണേലും ആൽബം ചെയ്തിട്ടാണേലും അവർക്ക് ജീവിക്കാം. പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഈ വിവാദം ഉണ്ടാക്കുന്ന എന്താണെന്നറിയോ? ഇവർക്ക് ക്യാൻസർ ആയതിനു ശേഷം യൂട്യൂബേഴ്സ് എല്ലാം ഇവരെ അങ്ങ് വിട്ടു. ഇവർ വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പബ്ലിസിറ്റി കുറഞ്ഞു, ഇവരുടെ പേര് ആരും ഉച്ചരിക്കാണ്ടായി. അപ്പോൾ ഇവർക്ക് വീണ്ടും ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം സോഷ്യൽ മീഡിയയിൽ. എപ്പോഴും രേണുസുതി എന്ന് പറയണം. ഇപ്പം നമ്മളെ കൊണ്ടൊക്കെ ഈ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് പോലും അവരുടെ ആ ഒരു തന്ത്രമാണ്. അപ്പോൾ എന്തായാലും ഇനി എന്നും ഈ തന്ത്രം തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും കിച്ചു ഒന്നും തളരാൻ പോകുന്നില്ല. അന്നും ഇന്നും എന്നും സുധിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ സുധിയുടെ മകനായ കിച്ചുവിനൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയൊക്കെ വിഡ്ഢിത്തരങ്ങൾ ചേച്ചിയും അനിയത്തിയും കൂടെ എഴുന്നള്ളിക്കാതിരിക്കുക. പറയുമ്പം ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ഭാര്യയെ വേറെ കിട്ടും, ഭർത്താവിനെ വേറെ കിട്ടും, എന്തും നമുക്ക് കിട്ടും. പക്ഷേ ഈ അച്ഛനെന്ന് പറയുന്ന ഇതുണ്ടല്ലോ, അതങ്ങനെ കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നതോ അതൊന്നും അല്ല. അത് അതിൻ്റേതായ പവിത്രതയുണ്ട്. ആ ഒരു ബന്ധത്തിന് അത്രയേറെ ദൃഢതയുണ്ട്, അതിനൊരു മഹത്വമുണ്ട്. അതൊക്കെ ആ കുട്ടി കാണിക്കും. ആ കുട്ടി പറയുന്ന വീഡിയോസിനകത്തെല്ലാം പറയുന്നുണ്ട്, അച്ഛൻ തനിക്കെല്ലാമായിരുന്നു, അച്ഛനും താനെല്ലാമായിരുന്നു, താൻ കരയുന്നത് പോലും അച്ഛന് ഇഷ്ടമല്ല, അച്ഛന് വിഷമമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ അറിയാം ആ അച്ഛനും മകനുമുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ ആഴം. അപ്പോൾ എന്തായാലും സുധിയുടെ ആത്മാവ് കൊച്ചിനോടൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ടാണ് കൊച്ച് എത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടും തളരാതെ അത് മുന്നോട്ട് ഈ വിജയങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും മോനെ. നല്ല രീതിയിൽ തന്നെ പോവുക, ബ്രാൻഡും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല ആഗ്രഹങ്ങൾ പോലെ തന്നെ സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ സാധിക്കട്ടെ. ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാണാൻ പോലും ശ്രമിക്കാതിരിക്കുക. അതൊന്നും അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തെറ്റാ എത്ര ഉണ്ടേലും ഇല്ലേലും കുഞ്ഞുങ്ങൾ ഒരു മാന്യമായിട്ടൊരു ഡ്രസ്സ്, അവർ നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടേ പറയും അവൾ എങ്ങനെ നടന്നതാ, കോളനിയിൽ കിടന്നതാ, എന്നെ ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട്. അതിൽ ഇവരുടെ മനസ്സിലെ ആ ദുഷിച്ച ചിന്തകളാണ്. നമുക്ക് എത്ര ഉണ്ടേലും ഇല്ലേലും കുഞ്ഞുങ്ങൾ ഒരു മാന്യമായിട്ടൊരു ഡ്രസ്സ് ഇട്ട് ഒരു വൃത്തിക്ക് അവർ നടക്കുവാണെങ്കിൽ അതൊരു അന്തസ്സാ അല്ലേ? അങ്ങനല്ല പറയുന്നത്. അവർ ആ കോളനിയിൽ കിടന്നത്, അതുകൊണ്ട് എന്നും അവൾ അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. അതാണ് ഒന്നാമത്തെ ഇവരുടെ എല്ലാം പ്രശ്നം. ഇപ്പം ചേച്ചി ഇങ്ങോട്ട് വരുന്നതിലാണെന്നുണ്ടെങ്കിലും ആളുകൾക്ക് എതിർപ്പായിരുന്നു. അതായത് ആളുകൾ നോക്കിക്കാണുന്നത് സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു പൊതുസ്വത്താണ്. സുധിച്ചേട്ടന്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൂടി അതിനകത്ത് തീരുമാനം